ഹായ് ഓൾ, കയ്യിലിരിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിലും പരിചയപ്പെട്ട സാധനം തന്നെയാണ്. നിങ്ങളുടെ NIOS+2 സോഷ്യോളജിയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഇതിലും ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്, ആ പാറ്റേൺ ആണ്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇതിൽ നമുക്ക് നേരത്തെ 20 ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മുടെ സോഷ്യോളജിയിൽ വരുന്നത് ആദ്യത്തെ 19 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണ്, വൺ വേർഡ് ആണ്, MCQ ആണ്. അവിടെ വേറെ ഒന്നും എഴുതണ്ട, MCQ മാത്രം. അത് കഴിഞ്ഞ ശേഷം 20ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നതെന്ന് പറയുന്നത് ഒരു ഡിഫൈൻ ഓൺ വേർഡ്, ആ ഒരു ഡേഷ് ഇട്ടിരിക്കും, അവിടെ ഏതാണ് ഓൺ വേർഡ് അത് മാത്രം എഴുതി പോകുക. അതാണ് ഡിഫൈൻ ഓൺ വേർഡ് എന്നാണ്, ഓൺ വേർഡ് മാത്രം. അത് കഴിഞ്ഞ ശേഷം 21 എന്ന് പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതിനകത്ത് 5 ആയിട്ട് കൊടുത്തിട്ടുണ്ട്, 5 ആയിട്ട്. അതെന്ന് പറയുന്നത് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആണ്. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് എന്ന് പറയുമ്പോൾ വിട്ടുപോയിട്ടുണ്ട്, അതിനെ എന്ത് ചെയ്യുക, പൂരിപ്പിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ട്രൂ ആൻഡ് ഫാൾസ്, ശരിയോ തെറ്റോ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ശരിയോ തെറ്റോ എന്ന് മാത്രം എന്ത് ചെയ്യുക, കൺസിഡർ ചെയ്യുന്ന ക്വസ്റ്റ്യൻ പാറ്റേൺ ഉണ്ട്. പിന്നെ വരുന്നത് 23 എന്ന് പറയുന്നത് ഒരു പാസേജ് തന്നിട്ടുണ്ട് നിങ്ങൾക്ക്, ഒരു വ്യക്തമായ ഒരു വൃത്തിക്കുള്ള ഒരു പാസേജ് തന്നിട്ടുണ്ട്. ആ പാസേജ് വായിച്ചതിന് ശേഷം താഴെയുള്ള ക്വസ്റ്റ്യന് ആൻസർ ചെയ്യുക. പാസേജ് നല്ലപോലെ വായിക്കുക, നല്ല മനസ്സിലാക്കി വായിച്ചതിന് ശേഷം അതിനകത്തുനിന്ന് എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക, ആൻസർ ചെയ്യുക. ഇതാണ് പാസേജിങ് കെയർഫുള്ളി എന്ന് പറയുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം വരുന്നത് എന്ന് പറയുന്നത് 80 മുതൽ 120 വേർഡ് ആകാം. ഇതിനുള്ളിൽ കുറച്ച് ഷോർട്ട് ആൻസർ എഴുതണം. മനസ്സിലായി? 80 മുതൽ 120 വേർഡ്സ് ആകാം. ഇതിനുള്ളിൽ കുറച്ച് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, അതനുസരിച്ച് ആൻസർ ചെയ്യുക. അതിനപ്പുറം കഥ എഴുതി വയ്ക്കാനായിട്ട് പോകരുത്. മനസ്സിലാവുന്നുണ്ടല്ലോ? പിന്നെ വരുന്നത് നിങ്ങളുടെ ഓപ്ഷണൽ മോഡ്യൂളിൽ ഇതുപോലെ തന്നെയാണ് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ്, ട്രൂ ആൻഡ് ഫാൾസ്, ശരിയോ തെറ്റോ. മനസ്സിലായി? ട്രൂ ആൻഡ് ഫാൾസ് എന്ന് പറയുന്നത് എന്താണ്, ശരിയോ തെറ്റോ. പിന്നെന്താണ്, വൺ വേർഡ്. ഇങ്ങനെയാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പാറ്റേൺ വരുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ ആണ്. പക്ഷെ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിട്ട് മാർക്ക് എടുക്കാൻ കഴിയുന്ന തരത്തിലാണ് ക്വസ്റ്റ്യൻ അവർ കൊടുത്തിട്ടുള്ളത്. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ക്വസ്റ്റ്യൻ വേണമെന്നുള്ളവർക്കാണെങ്കിൽ ഞങ്ങൾ ക്വസ്റ്റ്യൻ കൂടെ അപ്ലോഡ് ചെയ്യും. ഇല്ല, അത് നിങ്ങൾക്ക് നെറ്റിൽ നിന്നൊക്കെ സെർച്ച് ചെയ്ത് എടുക്കുന്ന കുട്ടികളാണെങ്കിൽ അങ്ങനെ പഠിക്കുക. എന്തായാലും എല്ലാവർക്കും നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കട്ടെ. താങ്ക് യു.